AI സ്ഥാപനമായ ആന്ത്രോപിക്കും ട്രംപ് ഭരണകൂടവും തമ്മിൽ തുറന്ന പോരിലാണ്. ആന്ത്രോപിക്കിനെ ഒരു സപ്ലൈ ചെയിൻ റിസ്ക്കായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് US പ്രതിരോധ മന്ത്രാലയം. കൂടാതെ തങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ ആന്ത്രോപിക് ഉൽപ്പന്നങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും US ഭരണകൂടം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്താണ് ഇരുവരും തമ്മിലെ പോരിന് പ്രധാന കാരണം? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. AI കമ്പനിയായ ആന്ത്രോപിക്കും ട്രംപ് സർക്കാരിന്റെ യുദ്ധകാര്യ വകുപ്പും തമ്മിലുള്ള തർക്കങ്ങൾ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തർക്കം ഓപ്പൺ AI നല്ലപോലെ മുതലെടുക്കുകയും ചെയ്തിരിക്കുന്നു. ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സൈന്യത്തിന് ആന്ത്രോപിക്കിന്റെ AI ടൂളുകൾ നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കാനുള്ള അനുവാദം വേണം. പക്ഷേ ആ ആവശ്യത്തിന് വഴങ്ങില്ല എന്നാണ് ആന്ത്രോപിക്കും കമ്പനി CEO ഡാരിയോ അമോദയുടെയും നിലപാട്. ഇതോടെയാണ് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത്. പിന്നാലെ പ്രതികാര നടപടിയുടെ ഭാഗമായി ആന്ത്രോപിക്കിന്റെ AI മോഡലുകൾ യുദ്ധകാര്യ വകുപ്പ് അടക്കമുള്ള വിവിധ ഏജൻസികൾ ഒഴിവാക്കുകയും ചെയ്തു. കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കൻ പൗരന്മാർക്ക് മേലുള്ള നിരീക്ഷണത്തിനും ആയുധ സംവിധാനങ്ങളുടെ സ്വയം നിർണ്ണയത്തിനും AI ഉപയോഗിക്കാൻ അനുവദിക്കുക എന്നീ രണ്ട് ആവശ്യങ്ങളായിരുന്നു US ഭരണകൂടം മുന്നിൽ വെച്ചത് എന്നാണ് ആന്ത്രോപിക് CEO വെളിപ്പെടുത്തിയത്. ഇത് രണ്ടിനോടും യോജിക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോഴായിരുന്നു ആന്ത്രോപിക്കിനെതിരെ പ്രതികാര നടപടിയിലേക്ക് ട്രംപ് ഭരണകൂടം കടന്നത്. കഴിഞ്ഞ വർഷം ജൂണിലാണ് ആന്ത്രോപിക്കും അമേരിക്കൻ യുദ്ധകാര്യ വകുപ്പും തമ്മിൽ കരാറിൽ ഏർപ്പെടുന്നത്. US സർക്കാരിന് ആന്ത്രോപിക്കിന്റെ AI മോഡലായ ക്ലൗഡിന്റെ സേവനങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നതായിരുന്നു $200 ദശലക്ഷം ആ കരാർ. ആക്സിലറേറ്റിംഗ് അമേരിക്കാസ് മിലിറ്ററി AI ഡോമിനൻസ് എന്ന പേരിൽ 2026 ജനുവരി 9 പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഒരു മെമ്മോറാണ്ടം പ്രസിദ്ധീകരിച്ചതോടെയാണ് ആന്ത്രോപിക്കും യുദ്ധകാര്യ വകുപ്പും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ക്ലൗഡ് AI വ്യാപകമായ നിരീക്ഷണത്തെ പിന്തുണയ്ക്കണമെന്നും പൂർണ്ണമായി സ്വയംഭരണ ആയുധങ്ങൾ പ്രാപ്തമാക്കണമെന്നുമായിരുന്നു ആ മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതൊരിക്കലും സാധിക്കില്ല എന്ന നിലപാടായിരുന്നു ആന്ത്രോപിക് സ്വീകരിച്ചത്. യാതൊരു നിയന്ത്രണങ്ങളും കൂടാതെ ക്ലൗഡ് AI US സൈന്യത്തിന് കൈമാറാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയായിരുന്നു യുദ്ധകാര്യ വകുപ്പ് ആന്ത്രോപിക്കിന് സമയം കൊടുത്തിരുന്നത്. എന്നാൽ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാൻ അവർ തയ്യാറായില്ല. ഇങ്ങനെ തർക്കം രൂക്ഷമാവുകയും ആന്ത്രോപിക്കിനെതിരെ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതിനിടെയാണ് ഓപ്പൺ AI എൻട്രി നടത്തുന്നത്. നിലവിൽ US പ്രതിരോധ വകുപ്പുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഓപ്പൺ AI. സർക്കാർ നിരീക്ഷണവും പൂർണ്ണമായും സ്വയംഭരണാധികാരമുള്ള ആയുധങ്ങളുടെ ഉപയോഗവും തടയുന്നതിനുള്ള നിയമങ്ങൾ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഓപ്പൺ AI പറയുന്നത്. എന്നാൽ സർക്കാരിന്റെ രഹസ്യ ശൃംഖലയിൽ AI മോഡലുകൾ ഉപയോഗിക്കാൻ US പ്രതിരോധ വകുപ്പിനെ അനുവദിക്കുന്നതാണ് കരാർ എന്നാണ് പൊതുവെ ഉയരുന്ന വിമർശനം. പിന്നാലെ ഉപയോക്താക്കൾ വൻതോതിൽ ChatGPTക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഓപ്പൺ AI ഉപേക്ഷിക്കുന്ന പലരും ആന്ത്രോപിക്കിന്റെ AI ടൂളുകളിലേക്കാണ് ചൂടുമാറുന്നത്. AIയുടെ സ്വാധീനം യുദ്ധമുഖത്ത് പോലും നിർണായകമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു പടി കൂടി കടന്ന് ആയുധങ്ങൾക്ക് പോലും സ്വയം നിർണയാവകാശം നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനം വലിയ ആശങ്കയാണ് ലോകത്താകമാനം സൃഷ്ടിച്ചിരിക്കുന്നത്.